ഹായ് ഉനൈസാണ്. അപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർ അറേബ്യയുടെ ടിക്കറ്റ് എങ്ങനെ സിമ്പിളായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നേരെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന പ്രോസസ്സിലേക്ക് പോവുകയാണ്. അതിനായിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോവാം. ഓക്കെ, കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങൾക്ക് airarabia.com/en എന്നുള്ള വെബ്സൈറ്റിൽ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ശേഷം വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഇൻ്റർഫേസ് വരുമ്പോൾ ഫ്ലൈറ്റ് പ്ലസ് ഹോളിഡേ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയതുകൊണ്ട് ഫ്ലൈറ്റ് എന്നുള്ളത് മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഫ്രം നമ്മൾ എവിടെ നിന്നാണോ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഷാർജ എയർപോർട്ട് ടു ഷാർജ കൊടുത്തു. അപ്പോൾ നമ്മൾ കൊച്ചിക്കാന്ന് വെച്ചാൽ COK ആണ് കൊച്ചിയിൽ, അല്ല കൊച്ചിയിൽ നിന്ന് എഴുതിയാലും മതി. അപ്പോൾ കൊച്ചിയിൽ നിന്നുള്ളത് പെട്ടെന്ന് വരും. അപ്പോൾ വൺ വേ ടിക്കറ്റ് ആണോ റിട്ടേൺ ടിക്കറ്റ് ആണോ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വൺ വേ ആവുകൊണ്ട് വൺ വേ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ശേഷം ഡിപ്പാർച്ചർ നമ്മൾ എന്നാണോ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് അത് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. റഫായിട്ട് ഇവിടെ ഡേറ്റ് കൊടുക്കുകയാണ്. കാരണം ഞാനിത് ഞാനിത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് ഉണ്ടാകുന്ന റഫായിട്ടുള്ള ഡേറ്റാണ് കൊടുക്കുന്നത്. പിന്നെ പാസഞ്ചറുടെ ഡീറ്റെയിൽസ്, അഡൽട്ട്സ്, ചിൽഡ്രൻ, അതായത് 2 വയസ്സിന് കുറവുള്ള കുട്ടികളെ ഇൻഫാൻറ്റിൽ വരും, 2-നും 12-നും ഇടയിലുള്ള കുട്ടികൾ ചൈൽഡിലും വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ എങ്ങനെയാണോ ഉള്ളത് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കറൻസി ഏത് കറൻസിയിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസിലും പേ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഇതിലാണെന്ന് കൊടുക്കുക. നമ്മുടെ UAE എന്നാണ് UAE ദിർഹം എന്ന് കൊടുക്കുന്നു. പിന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രൊമോ കോഡ് എങ്ങനെയെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊമോ കോഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതാണ്. ശേഷം നമ്മൾ ഇവിടെ ബുക്ക് നൗ എന്ന് കൊടുക്കുക. ഓക്കെ, ബുക്ക് നൗ എന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു ഡേറ്റിന് 2 ഫ്ലൈറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് രണ്ടും ഡയറക്റ്റ് ആണ്. നിങ്ങൾ ഈ ഫ്ലൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബുക്ക് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരും. അപ്പോൾ ഈ ഒരു ദിവസം 2 ഫ്ലൈറ്റാണ് ഇവിടെ കൂടുന്നത്. അപ്പോൾ 2 ഫ്ലൈറ്റ് ഈ ഒരു ദിവസത്തെ 2 ടൈമിലായിട്ട് 2 ഫ്ലൈറ്റ് ഈ ഒരു ദിവസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതിൽ കുറഞ്ഞ ഫെയറായ ഈ ഒരു 538 ഇതാണ്. അത് സീ ഫെയർസ്, അതായത് ഈ 538 ദിർഹംസിൽ നമുക്ക് ലഗേജ് അവൈലബിൾ ആയിരിക്കില്ല. ചെറിയ എക്സ്ട്രാസിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ പ്രൈസ് മാത്രമേ ഇതിൽ നമുക്ക് അധികം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാം സീ ഫെയർസ്. അപ്പോൾ സീ ഫെയർസ് ആണ് ബേസിക്കിൽ വരുന്നത്. ബേസിക്, വാല്യൂ, എക്സ്ട്രാ, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഈ ഒരു ടിക്കറ്റിൽ വരുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ 10 കിലോ ബാഗേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സെലക്ട് വേണ്ടവർക്ക് അത് സെലക്ട് ചെയ്ത് പോവാം. വാല്യൂ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ ബാഗേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ നിങ്ങൾ ബേസിക് എടുത്തിട്ട് അതിൽ 15 ദിർഹംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 കിലോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഞാൻ മുന്നേ പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ബേസിക്കാണ് ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാല്യൂ വേണമെങ്കിൽ വാല്യൂ ക്ലിക്ക് ചെയ്യാം. അത് പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ നോക്കിയിട്ട് അതും ചെയ്യാം. പിന്നെ നമ്മൾ നാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ട എയർ ഇന്ത്യയിൽ പാലിക്കേണ്ട കുറച്ച് നടപടിക്രമങ്ങൾ, അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിലാണ്ട് പിന്നെ ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിൻ്റെ മലയാളം വരുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്തൊക്കെയാണ് സുവിധേൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ള നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതായാലും ഐപെറ്റിൽ കൊടുക്കേണ്ടത് വീണ്ടും കാണേണ്ടവർക്ക് വീണ്ടും കണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അത് കറക്റ്റായിട്ട് ഇവിടെ വായിച്ച് മനസ്സിലാക്കുക. ശേഷം നമ്മൾ എന്തെങ്കിലും സമ്മറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ ടു പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ പേര്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിസ്റ്റർ ആണ് മിസ്സസ് ആണ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നെയിം പാസ്പോർട്ടിൽ എന്തായാലും നോക്കുക. നിങ്ങൾ പാസ്പോർട്ടിലുള്ള അതേ നെയിം അതേപോലെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പാസ്പോർട്ടിൽ നെയിം എങ്ങനെയാണോ അതുപോലെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിവിടെ എൻ്റെ പേര് റഫായിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നെയിം പാസ്പോർട്ട് നോക്കിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ലാസ്റ്റ് നെയിം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നാഷണാലിറ്റി ഏതാണ് നമ്മൾ നാഷണാലിറ്റി അത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ടിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ റഫായിട്ട് ഏതായാലും ഡേറ്റ് ഇട്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എയർ റിവാർഡ് ഐഡിയ എന്തുണ്ടോ എന്ന് ചോദിക്കുന്നത് ജസ്റ്റ് നോ കൊടുക്കുക. ഓക്കെ, ശേഷം ഇവിടെ നമ്മുടെ പേരും കാര്യങ്ങളും വെച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കൺട്രി ഓഫ് റെസിഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് രാജ്യത്താണെന്നുള്ളത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യ ഉണ്ട്, ഇന്ത്യ. ഓക്കെ,
ഓക്കെ. ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും കറക്റ്റായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും അവർ ടിക്കറ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ അവിടെ ഇമെയിൽ ഐ ഡി കൊടുത്തു. ഓക്കെ, ഇത് നമ്മുടെ മൊബൈൽ നമ്പർ, കൺട്രി കോഡ് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്പറാണെങ്കിൽ ഞാൻ ഇവിടുത്തെ നമ്പറാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ കൺട്രി കോഡ് ടൈപ്പ് ചെയ്തു. നിങ്ങൾ നാട്ടിലത്താണെന്നുണ്ടെങ്കിൽ നാട്ടിലത്തെ കൺട്രി കോഡ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടുത്തെ നമ്പർ കൊടുത്തു. അപ്പോൾ ഈ സെയിം നമ്പറാണെന്നുണ്ടെങ്കിൽ സെയിം മൊബൈൽ നമ്പറാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. അവിടെ സെയിം നമ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ടിക്കറ്റ് കൊടുത്തു. പിന്നെ എയർ അറേബ്യ പാസഞ്ചർ ഹോളിഡേ ഇൻസ്പയറിംഗ് ഫ്ലൈറ്റ് യു മേ ചൂസ് റിസീവ് മെസ്സേജ്. അതായത് നിങ്ങൾക്ക് എയർ അറേബ്യയിൽ നിന്നുള്ള ഓഫേഴ്സും ടിക്കറ്റിൻ്റെ കാര്യവും ഡീറ്റെയിൽസ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളം ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നേരത്തെ പറഞ്ഞാൽ കണ്ടിന്യൂ ടു എക്സ്ട്രാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ടു എക്സ്ട്രാസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാഗേജ് ആഡ് ചെയ്യാനുള്ള സെക്ഷനിലേക്ക് എത്തുന്നു. ഇതിപ്പോൾ 18 dirhams ആണ്. നേരത്തെ 15 ഇപ്പോൾ 18 dirhams ആണ് 30 കിലോ ആഡ് ചെയ്യുന്നതിന്. അപ്പോൾ എഡിറ്റ് എന്നുള്ളത് ഒരു കൺഫേം സെലക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് 30 kg അല്ലെങ്കിൽ 30 kgയുടെ 2 പീസായിട്ട് 30 kg ആണ് 28 dirhams കൊടുക്കണം. 1 kgയുടെ 30 കിലോ ഒരു പീസാണെന്നുണ്ടെങ്കിൽ 18 dirhams ആണ്. അപ്പോൾ അത് നോ ബാഗേജ് എന്നുണ്ടെങ്കിൽ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ ആ 10 കിലോ മാത്രമായിട്ട് പോകാന്നുണ്ടെങ്കിൽ ഒന്നും കൊടുക്കണ്ട. അതങ്ങനെ തന്നെയാണ് നോർമലി. അപ്പോൾ 30 kg എന്നുള്ളത് സെലക്ട് ചെയ്യാം. ശേഷം കൺഫേം സെലക്ഷൻ കൊടുക്കുക. അപ്പോൾ ആ 18 dirhams ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ 556 dirhams ആയി. ഇനി നമ്മൾ സീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ബാക്കിലോട്ടൊക്കെ പോകുന്നുണ്ട് 10 dirhamsനൊക്കെയാണ് സീറ്റ് ഉള്ളത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. പിന്നെ മീൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മീൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നോർമലി എടുക്കുന്ന ടിക്കറ്റിൽ മീൽസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് നോ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഏതാണ് സലാഡ്സോ കാര്യങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ബിസ്ക്കറ്റ്, ക്ലോക്കസ് ബിസ്ക്കറ്റ് 3 dirhams, ചോക്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ചെറിയ ഈ ഒരു പേയ്മെൻറ്റ് ഇതിലേക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, വീണ്ടും നമുക്ക് എക്സ്ട്രാസ് എന്തൊക്കെയാണ് നോക്കാം. ഇൻഷുർ കവറേജ് അതൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആകെ ആഡ് ചെയ്തത് 30 കിലോൻ്റെ ഈ ഒരു ബാഗേജ് അലവൻസ് മാത്രമാണ്. ബേസിക് എടുത്തിട്ട് 30 കിലോൻ്റെ 18 dirhams എടുത്ത് 30 കിലോ ബാഗേജ് അലവൻസ് അത് മാത്രം ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എനിക്ക് 556 dirhams ആണ്. കണ്ടിന്യൂ ടു പേയ്മെൻറ്റിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാർഡ് മാസ്റ്റർ കാർഡാണ് വിസ കാർഡാണോ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ വിസ കാർഡ് ആയതുകൊണ്ട് ആ വിസ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുക. കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ OTP ടൈപ്പ് ചെയ്താൽ തന്നെ ടിക്കറ്റ് ബുക്കായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിക്ക് അവർ ടിക്കറ്റ് അതിൻ്റെ കോപ്പി അയക്കുന്നതാണ്. അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് കൊടുത്ത് അതിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന നിയമങ്ങളും ഇപ്പോൾ കേരളത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ട്രാവൽസ് മുഖേന ഒന്നും നോക്കണം, നിങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും. ഇംഗ്ലീഷ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ എയർ അറേബ്യ ടിക്കറ്റ് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ് വെബ്സൈറ്റായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.